അപ്പം നമ്മൾ 22-ാമത്തെ ആയത്തിലേക്കാണ് കടന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ആയത്ത് ഓതി അതിൻ്റെ അർത്ഥം നോക്കാം. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅൻ وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ മെത്തയും ആകാശത്തെ മേൽപ്പുരയുമാക്കി തരികയും ആകാശത്തു നിന്ന് വെള്ളം ചൊരിഞ്ഞു തന്നിട്ട് അത് മുഖേന നിങ്ങൾക്ക് ഭക്ഷിക്കുവാനുള്ള കായ്കനികൾ ഉൽപ്പാദിച്ചു തരികയും ചെയ്ത നാഥനെ. അതിനാൽ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത്. ഇപ്പം നമുക്ക് വേർഡ് ബൈ അർത്ഥം നോക്കാം. അല്ലദി ജഅല ആക്കിയവൻ, ലക്കും നിങ്ങൾക്ക്, അൽ അർൾ ഭൂമിയെ, ഫിറാശൻ ഒരു വിരിപ്പ്, വസ്സമാ ആകാശത്തെയും, ബിനാഅൻ ഒരു കെട്ടിടം, വ അൻജല അവൻ ഇറക്കുകയും ചെയ്തു, മിനസ്സമാഹി ആകാശത്തു നിന്ന്, മാ അൻ വെള്ളം, ഫ അഹ്റജ എന്നിട്ട് അവൻ പുറപ്പെടുവിച്ചു, ബിഹി അതുമൂലം അതുകൊണ്ട്, മിനസ്സമറാത്തി ഫലവർഗങ്ങളിൽ നിന്ന്, റിസ്കൻ ആഹാരം ഉപജീവനത്തിനായി, ലക്കും നിങ്ങൾക്ക്, ഫലാ തജ്അലു അതിനാൽ നിങ്ങൾ ഉണ്ടാക്കരുത്, ലില്ലാഹി അള്ളാഹുവിന്, അന്താദൻ തുല്യന്മാരെ, വ അൻതും നിങ്ങൾ ആയിരിക്കെ, തഅലമൂൻ നിങ്ങൾ അറിയും. ഇതാണ് വേർഡ് ബൈ അർത്ഥം. അപ്പം നമുക്കിതിനെ വലിയ ആയത്താണ്, നമുക്ക് എത്ര പോർഷനാക്കാൻ പറ്റുമെന്ന് ആദ്യം നോക്കാം. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ ഒരു പോർഷനാക്കാം. വസ്സമാഅ ബിനാഅൻ വ അൻസല മിനസ്സമാഇ മാഅൻ അത് 2 ഭാഗം. ഫ അഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്കൻ ലക്കും അത് 3-ാമത്തെ ഭാഗം. ഫലാ തജ്അലു ലില്ലാഹി അന്താദൻ അത് അടുത്ത ഭാഗം. വ അൻതും തഅലമൂൻ വ ഇൻ കുന്തും അത് ലാസ്റ്റ് ഭാഗം. അപ്പം നമുക്ക് തുടങ്ങാം. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ 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 അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ. ഈ പോർഷൻ മനഃപ്പാഠമാകുന്നത് വരെ നിങ്ങൾ ആവർത്തിക്കുക. നമുക്ക് അടുത്ത പോർഷനിലേക്ക് കടക്കാം. വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ്സമാഇ മാഅൻ വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ്സമാഇ മാഅൻ വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ്സമാഇ മാഅൻ. ഇതും നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിൽ പതിയുന്നവരെ ആവർത്തിക്കുക. ഇത് കുറച്ച് നീളം കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിനാഅൻ വരെ അവിടെ വെച്ച് മുറിച്ച് ബാക്കി അങ്ങനെ പഠിക്കാം. നിങ്ങൾക്ക് സൗകര്യം പോലെ എത്രത്തോളം പഠിക്കാൻ ഒരു ആയത്തിൻ്റെ ഒരു ഭാഗം എത്രത്തോളം പഠിക്കാൻ പറ്റുമോ അത്രത്തോളം സൗകര്യത്തിൽ നിങ്ങൾക്ക് മുറിച്ച് പഠിക്കാം. ഇനി നമുക്ക് അടുത്ത ഭാഗം. വ അഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും ഫഅഖ്റജ 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 ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും. ഇതും മനസ്സിൽ പതിയുന്നവരെ ഓതിക്കൊണ്ടിരിക്കുക. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ഫലാ തജ്അലൂ ലില്ലാഹി അന്ദാദൻ ഫലാ തജ്അലൂ ലില്ലാഹി അന്ദാദൻ ഫലാ തജ്അലൂ ലില്ലാഹി അന്ദാദൻ ഫലാ തജ്അലൂ ലില്ലാഹി അന്ദാദൻ. ഇതും വൈഹാട്ടാവുന്നത് വരെ ആവർത്തിക്കുക. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം.
وأنتم تعلمون وإن كنتم وأنتم تعلمون وإن كنتم وأنتم تعلمون وإن كنتم وأنتم تعلمون وإن كنتم. ഇതും ബൈഹാർട്ടാകുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓതിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ സൗകര്യം പോലെ ഉറക്കം ഓതിയിട്ട് ബൈഹാർട്ടാക്കുന്നവരുണ്ടാവും, മനസ്സിൽ ഓതിയിട്ട് ബൈഹാർട്ടാക്കുന്നവരുണ്ടാവും. നിങ്ങളുടെ സൗകര്യം പോലെ അത് ഓതിയിട്ട് ബൈഹാർട്ടാക്കാൻ ശ്രമിക്കുക. ഇനി നമുക്കിതിനെ ജോയിൻ ചെയ്യാം. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅൻ وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون وإن كنتم. الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون وإن كنتم. അപ്പോൾ നിങ്ങൾ ഇത് ബൈഹാർട്ടാകുന്നതുവരെ, ബൈഹാർട്ട് മീൻസ് മനസ്സിൽ അക്ഷരങ്ങൾ പതിയുന്നത് വരെ നിങ്ങൾ ഓതണം. ബൈഹാർട്ടാക്കിയത് കൊണ്ട് കാര്യമില്ല, മനസ്സിൽ പതിയുന്നത് വരെ നിങ്ങൾ ഓതണം. ഓതിയതിന് ശേഷം 20 തവണ 10 തവണ നോക്കിയും 10 തവണ കാണാതെയും ഓതുക. ഓരോ വക്തിലും നിസ്കാരം കഴിഞ്ഞതിന് ശേഷം 20 തവണ 10 തവണ നോക്കിയും 10 തവണ നോക്കാതെയും ഓതുക. അപ്പം നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. അപ്പം നമുക്ക് 23-ാമത്തെ ആയത്തിലേക്ക് പോകാം. وَإِن كُنتُمْ فِي رَيْبٍ مِّمَّا نَزَّلْنَا عَلَىٰ عَبْدِنَا فَأْتُوا بِسُورَةٍ مِّن مِّثْلِهِ وَادْعُوا شُهَدَاءَكُم مِّن دُونِ اللَّهِ إِن كُنتُمْ صَادِقِينَ. നമുക്ക് ഈ ആയത്തിൻ്റെ അർത്ഥം നോക്കാം. നമ്മുടെ ദാസന് നാം അവതരിപ്പിച്ചു കൊടുത്തതിനെ, അതായത് വിശുദ്ധ ഖുർആനെ പറ്റി നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ അതിൻ്റേത് പോലുള്ള ഒരു അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക. അള്ളാഹുവിന് പുറമെ നിങ്ങൾക്കുള്ള സഹായികളെയും വിളിച്ചുകൊള്ളുക. നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ അതാണല്ലോ വേണ്ടത്. ഇതാണ് ഈ ആയത്തിൻ്റെ പൂർണ്ണരൂപം. നമുക്ക് വേർഡ് ബൈ വേർഡ് നോക്കാം. വൈൻ കുന്തും നിങ്ങളാകുന്നുവെങ്കിൽ, ഫി റൈബിൻ വല്ല സന്ദേഹത്തിലും, മിമ്മ നസ്സൽന നാം ഇറക്കിയതിനെ പറ്റി, അല അബ്ദിന നമ്മുടെ അടിയാൻ്റെ മേൽ, ഫഅ്തു എന്നാൽ നിങ്ങൾ വരുവിൻ, ബി സൂറത്തിൻ ഒരു സൂറത്ത് കൊണ്ട്, ഒരു അധ്യായത്തെ, മിമ്മിസ്ലിഹി അതുപോലെയുള്ള, വദോ നിങ്ങൾ വിളിക്കുകയും ചെയ്യുവിൻ, ശുഅദാഅക്കും നിങ്ങൾ സാക്ഷികളെ, മിൻ ദൂനില്ല അള്ളാഹുവിന് പുറമെ, ഇൻ കുന്തും നിങ്ങളാണെങ്കിൽ, സ്വാദിഖീൻ സത്യവാന്മാർ. ഇതും ഏകദേശം ഒരു വലിപ്പമുള്ള ആയത്താണ്. അപ്പം നമുക്ക് എങ്ങനെയൊക്കെ വൈൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അത് ഒരു പോർഷനാക്കാം. അലാ അബ്ദിന ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി അത് 2 പോർഷനാക്കാം. വദഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹ് അത് 3-ാമത്തെ പോർഷനാക്കാം. ഇൻ കുന്തും സ്വാദിഖീൻ ഫഇൻ ലം അത് 4-ാമത്തെ പോർഷനാക്കാം. അപ്പം നമുക്ക് നോക്കാം. വൈൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ എന്നോട് കൂടുതൽ ഓതിപ്പോയല്ലേ. വൈൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ വൈൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ വൈൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ
وإن كنتم في ريب مما نزلنا. ഇത് മനസ്സിൽ പതിയുന്നവരെ ആവർത്തിക്കുക. നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോവാം. അല അബ്ദിന ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി. 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 ഇതും ബൈഹാർട്ടാകുന്നത് വരെ ആവർത്തിക്കുക. അതിനുശേഷം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. വദഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹ്. വദഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹ്. വദഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹ്. വദഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹ്. ഇതും ബൈഹാർട്ടാകുന്നത് വരെ ആവർത്തിക്കുക. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇൻ കുൻതും സ്വാദിഖീൻ ഫഇൻ ലം. 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 ഇതും നിങ്ങൾ മനസ്സിൽ പതിയുന്നവരെ ആവർത്തിക്കുക. നമുക്കിതിനെ ജോയിൻ ചെയ്ത് നോക്കാം. وإن كنتم في ريب مما نزلنا على عبدنا فأتوا بسورة من مثله وادعوا شهداءكم من دون الله إن كنتم صادقين وإن كنتم في ريب مما نزلنا على عبدنا فأتوا بسورة من مثله وادعوا شهداءكم من دون الله إن كنتم صادقين فإن لم. അപ്പോൾ നിങ്ങൾ ഇതും അതേപോലെ ആവർത്തിച്ച് മനസ്സിൽ പതിയുന്നവരെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. മനസ്സിൽ പതിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞതുപോലെ 20 തവണ 10 തവണ നോക്കിയും 10 തവണ നോക്കാതെയും ഓതുക. ഈ പോർഷൻ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത നാളെ 2 ആയത്താണ് പഠിക്കാൻ പോകുന്നത്. 25 വരെയുള്ള ആയത്തുകളാണ് നാളത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ പഠിച്ച ഭാഗങ്ങളെല്ലാം നിങ്ങൾ നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിൽ ഉൾപ്പെടുത്തുക. അപ്പം നിങ്ങൾക്ക് ഓർമ്മശക്തി ഉണ്ടാവും. നമ്മളെപ്പോഴും പുതിയതായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഓർമ്മശക്തി ഇങ്ങനെ വികസിച്ചു കൊണ്ടിരിക്കും. അപ്പം നമ്മളത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിച്ച ഭാഗങ്ങളെല്ലാം ഒന്നുകൂടി റിവിഷൻ ചെയ്യുക. ഇപ്പം 4 ക്ലാസ്സുകളായി. ഇപ്പം 4 ക്ലാസ്സുകളുള്ള ഭാഗങ്ങളൊക്കെ ജോയിൻ ചെയ്ത് റിവിഷൻ ചെയ്ത് പഠിക്കുക. നിങ്ങളൊരു കാര്യം കൂടി ചെയ്യണം കേട്ടോ. നിങ്ങളിപ്പോൾ ഒരു ഭാഗം പഠിച്ചു കഴിഞ്ഞു, അത് ഞാൻ പറഞ്ഞല്ലോ MP3 റെക്കോർഡ് ചെയ്ത് തെറ്റുകളുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, തെറ്റുകളുണ്ടെങ്കിലും അത് തിരുത്തുക. തെറ്റുകളില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ റെക്കോർഡ് ചെയ്ത നിങ്ങളുടെ സൗണ്ട് തന്നെ നിങ്ങളത് കേൾക്കുമ്പോൾ കുറച്ചും കൂടി കേട്ട് പഠിക്കാനും കൂടി കേട്ടിട്ടും കൂടി അത് തലയിൽ സ്റ്റോർ ആവും. അപ്പോൾ നിങ്ങൾ അങ്ങനെയും കൂടി ചെയ്യണം കേട്ടോ. ആ തെറ്റുകൾ തിരുത്തിയതിന് ശേഷം MP3 റെക്കോർഡ് ചെയ്ത് ആ പഞ്ചായത്ത് അല്ലെങ്കിൽ ഒരു 1/2 പേജ് അത് നിങ്ങളെന്ത് ചെയ്യുക, ഒരു ദിവസത്തെ ക്ലാസ് അത് നിങ്ങളെന്ത് ചെയ്യുക MP3 റെക്കോർഡ് ചെയ്ത് നിങ്ങൾ ആവർത്തിച്ച് കേൾക്കുക. പാട്ടൊക്കെ കേൾക്കുന്നത് പോലെ ആവർത്തിച്ച് കേൾക്കുക. നിങ്ങളുടെ സൗണ്ട് തന്നെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മെമ്മറി പെട്ടെന്ന് ബ്രെയിൻ അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അങ്ങനെയും കൂടി നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഈ ക്ലാസ് പഠിച്ചവൻ എളുപ്പമാക്കി തരട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.